ഈ കർത്താവ് എന്തിനാ എന്നെ അഭിഷേകം ചെയ്തത്? എന്തിനാ ക്രിസ്തുവിനെ വിളിച്ചതെന്തിനാ? എന്തിനാ വേർതിരിച്ചെന്തിനാ? എന്തിനാ അഭിഷേകം തന്നതിനാ? നിങ്ങൾ എവിടെയോ അടിമത്വത്തിലായിരുന്നു, ആണോ അല്ലയോ? നിങ്ങളെ എന്തോ ചെയ്തു? സ്വതന്ത്രരാക്കി. എന്തിനാക്കിയത്? ഗലാത്യയിലെ 5-1 വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ? സഹോദര, നിങ്ങൾ ഇപ്പൊ പോകുന്ന അവസ്ഥക്കകത്ത് കിടന്ന് തീരാനല്ല ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തത്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പ്രശ്നത്തെ ഗോലിയായിട്ടായിട്ട് കണ്ടാട്ടെ. നിങ്ങൾ പേടിച്ചോടുവോ അതോ അവന്റെ നേരെ നിൽക്കുവോ? 40 ദിവസം ഈ ചേട്ടന്മാരവിടെ നിൽപ്പുണ്ടായിരുന്നു. 39 ദിവസവും പുള്ളി വന്ന് ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, ഒറ്റയ്ക്കൊറ്റയ്ക്കും ആരെങ്കിലും ഉണ്ടോ? നിന്റെ വിഷയം നിന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിന്നെ നോക്കിയാ പറയുന്നെങ്കിൽ, നീ നിൽക്കാത്തത് കൊണ്ടാ പറയുന്നത്. നീ അതിന്റെ മുമ്പിൽ നിൽക്കാനിടയായാൽ അത് നിന്റെ മുമ്പിൽ വീഴാനിടയാകും. കാരണം നിന്റെ മേൽ വീണിരിക്കുന്ന സാധാരണമായിരിക്കുന്ന ഒന്നല്ല. നിന്റെ അകത്തുള്ളത് സാധാരണ ഒരാളല്ല. അഖിലാണ്ടത്തിന്റെ ഉടയവൻ നിന്റെ അകത്തിരിപ്പുണ്ട്. അപ്പൊ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഉളവായി വന്നേ പറ്റൂ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് മാറിയേ പറ്റൂ. ഇന്ന് നിങ്ങളൊന്ന് പറയാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് വിട്ടുവരാൻ പറ്റാത്ത പാപത്തിന്റെ അവസ്ഥകളെ നോക്കി ഇന്ന് വിളിച്ചു പറ, മാറി നിൽക്ക്. എന്നെ വിളിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ്. എന്നെ വിളിച്ച നാട്ടുകാരല്ല, എന്നെ വീട്ടുകാരല്ല വിളിച്ചത്, ഒരു പാസ്റ്റർ അല്ല വിളിച്ചത്. എന്നെ വിളിച്ചത് അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. അവൻ സകലത്തിലും വലിയവനാണ്. ആ വലിയവന്റെ അകത്തിരിക്കുകയാണ്.